ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മളിത് കുക്കറിൽ ഒറ്റ വിസിലടുപ്പിച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കേണ്ട നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് എങ്ങനെയാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് നോക്കണമെങ്കിൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യം തന്നെ ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും, അതിൻ്റെ കൂടെ തന്നെ ഞാൻ പെരുംജീരകം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇനി വെള്ളമൊന്നും ഇതിലേക്ക് ആഡാക്കണ്ട. ഈ ഒരു നനവിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു നനവ് ചതച്ചെടുത്ത് ആ നനവിൽ തന്നെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് കേട്ടോ ഇത് റെസിപ്പി ഫുള്ളായിട്ട് അറിയുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. പിന്നെ ഇതിലേക്ക് ഞാൻ മത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മത്തി നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മത്തി നമ്മളിതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ഈ മത്തിയിലുള്ളൊരു നനവിലാണ് കേട്ടോ ഞാൻ ഇതൊന്ന് മസാല ഇതിലേക്ക് ഒന്ന് പുരട്ടി വെക്കുന്നത്. അപ്പോൾ നമ്മളിതങ്ങനെ മസാലയൊക്കെ ഇതിലേക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 മണിക്കൂറും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പോഴാണ് കേട്ടോ ശരിക്കും അതൊന്ന് മസാലയൊക്കെ ഒന്ന് റെഡിയായി വരുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ നമുക്കിനി ആവശ്യം. അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ ഒരു 5-6 ഉള്ളി എടുത്തിട്ടുണ്ട്. അന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. നല്ല പോലെ ഒന്ന് വാട്ടി വരുമൊന്നും വേണ്ട. ചെറിയൊരു പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി വന്നാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണെന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കേട്ടോ, അപ്പോൾ എരിവുള്ള കാരണം കൊണ്ടാണ് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. അത് 2 പീസാക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കായിട്ട് ആവശ്യം വരുന്നത് കറിവേപ്പിലാണ്. അപ്പോൾ കറിവേപ്പില നമ്മളിതിൻ്റെ മുകളിൽ ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം കറിവേപ്പില തന്നെ ഇതിൽ വേണം. നമ്മളിതിലേക്ക് വേറെ ഒന്നും ആഡാക്കുന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മീനും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ മീനായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ വെക്കാണ്ട് നോക്കാം. ഒന്നിൻ്റെ മുകളിലൊന്നും വരുന്ന രീതിയിൽ വെക്കരുത്. ഈ കാണുന്ന രീതിയിൽ വേണം കേട്ടോ ഈ മീനൊന്ന് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കണം. അങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഒരു പുളി എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പുളി നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുക്കറിലേക്ക് കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വെറും ഒറ്റ വിസിൽ മതി കേട്ടോ. ആ ഒറ്റ വിസിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തീ മൊത്തത്തിൽ കൂട്ടി വെച്ചിട്ട് ഒറ്റ വിസിലാണ് കേട്ടോ അടിച്ചെടുക്കേണ്ടത്. പിന്നെ അത് എയറൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട്. അങ്ങനെ എയറൊക്കെ ഒന്ന് പോയതിന് മത്തിയൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലുള്ള ഗ്രേവിയും കൂടി അത് ഞാനിതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മത്തി കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കഞ്ഞിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ഏതിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് തിന്നുമ്പോൾ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉള്ളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് വിസിലടിഞ്ഞ് വരുന്ന സമയത്ത് ഒരു 1.5 സ്മെല്ലും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കുക്കറിൽ മത്തി വെച്ചിട്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ല റെസിപ്പി ആയിട്ട് വരാൻ. ടാറ്റാ ബൈ ബൈ.